പ്രിയമുള്ളവരെ, നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നമ്മുടെ ഹൈറിച്ചിനെ ഏകദേശം 2 മാസത്തോളമായി ചില വ്ളോഗർമാരും സോഷ്യൽ മീഡിയകളും നമ്മുടെ ശത്രുക്കളും ഒത്തുചേർന്നുകൊണ്ട് GSTയുടെ പേരും ബഡ്സ് ആക്ടിൻ്റെ പേരും പറഞ്ഞ് സ്വൈര്യം കൊടുത്തുകയും കടന്നാക്രമിക്കുകയും ചെയ്യുകയാണല്ലോ. അതിൽ GSTക്കാരുടെ വാദം നമ്മൾ പ്രൊഡക്റ്റ് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന പേരിൽ പൊതുജനങ്ങളിൽ നിന്നും വാങ്ങുന്ന മുഴുവൻ സംഖ്യക്കും GST അടക്കണമെന്നാണ്. എന്നാൽ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു വിധിയിൽ പറയുന്നത് അതിൽ മുഴുവൻ സംഖ്യക്കും GST അടക്കേണ്ടതില്ലെന്നും റിഡീം ചെയ്തെടുക്കുന്ന സംഖ്യക്ക് മാത്രം GST അടച്ചാൽ മതിയെന്നുമാണ്. ഈ വിധി നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോർട്ട് ശരിവെക്കുകയും ചെയ്തതോടുകൂടി GST വകുപ്പിൻ്റെയും മറ്റുള്ളവരുടെയും ഒന്നാമത്തെ ആരോപണത്തിന് യാതൊരു പ്രസക്തിയുമില്ലാതാവുകയാണ് ഈ വിധിയിലൂടെ. നമ്മൾ ഇനിയും GST അടക്കേണ്ടതില്ല എന്നു മാത്രമല്ല, നമ്മൾ അടച്ച 51.5 കോടി രൂപ നമ്മൾ ഗവൺമെന്റിലേക്ക് റീഫണ്ട് ക്ലെയിം സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി അത് മുഴുവൻ നമുക്ക് തിരിച്ചു ലഭിക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തത് ബഡ്സ് ആക്ടിനെ കുറിച്ചാണ്. വലിയ വാഗ്ദാനങ്ങൾ നൽകി പാവങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ വാങ്ങി മുങ്ങിയ കമ്പനികളിൽ പണം നഷ്ടപ്പെട്ട ധാരാളം പേർ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരം കമ്പനികളെ നിയന്ത്രിക്കാനും ജനങ്ങളെ സംരക്ഷിക്കാനുമായി 2019 കൊണ്ടുവന്നതാണ് ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡിപ്പോസിറ്റ് സ്കീം എന്ന ബഡ്സ് ആക്ട് 2019. നമ്മുടെ ശത്രുക്കളുടെ വാദം ബിസിനസ് വിപുലമാക്കാൻ പൊതുജനങ്ങളിൽ നിന്നും നമ്മൾ സംഭരിക്കുന്ന പ്രൊഡക്റ്റ് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് ബഡ്സ് ആക്ടിൻ്റെ കീഴിൽ വരുന്ന നിക്ഷേപമാണെന്നാണ്. എന്നാൽ ഇതൊരിക്കലും ഒരു നിക്ഷേപമല്ല. അവർ കമ്പനിയുടെ കസ്റ്റമറുമല്ല, അവർ കമ്പനിയുടെ പാർട്ട്നേഴ്സ് മാത്രമാണ്. അവർക്ക് കൊടുക്കുന്നത് നിക്ഷേപത്തിനുള്ള പലിശയല്ല, കമ്പനിയുടെ ലാഭ വിഹിതമാണ്. 2019 മുതൽ ഇന്ത്യയിൽ ഒരിടത്തും ബഡ്സ് കമ്പനികൾ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ 2019 മുതൽ ഗവൺമെന്റ് കൃത്യമായി നമ്മളിൽ നിന്നും GST വാങ്ങുന്നുമുണ്ട്. നമ്മൾ ബഡ്സ് കമ്പനിയല്ല എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഇതിനേക്കാൾ വലിയ ഒരു ലീഗൽ ഡോക്യുമെന്റ്സ് വേറെ ഇല്ല. നമ്മുടെ MD ശ്രീ പ്രതാപൻ സാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച വേളയിൽ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും നമ്മൾ ബഡ്സ് കമ്പനിയല്ല എന്ന കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടതുമാണ്. എന്നാൽ ബഡ്സ് ആക്ടിൽ പറയുന്നത് ഇതിൻ്റെ പരിധിയിൽ വരുന്ന കേസുകൾ സാധാരണ കോടതികളിലല്ല വിചാരണ നടത്തേണ്ടത്, അതിനായി പ്രത്യേകം രൂപീകരിച്ച കോടതികളിലാണ് എന്നാണ്. അത്തരത്തിൽ പ്രത്യേക കോടതി സ്ഥാപിക്കുന്നതും അവിടെ ജഡ്ജിമാരെ നിയമിക്കുന്നതും അതാത് സംസ്ഥാനത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരാണ്. കേരളത്തിലാണെങ്കിൽ ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ ദേവൻ രാമചന്ദ്രൻ അവർക്കാണ് ഇതിൻ്റെ പൂർണ്ണ ചുമതല. അദ്ദേഹമാണ് നമ്മുടെ കേസ് വാദം കേൾക്കുന്ന തൃശൂർ സ്പെഷ്യൽ കോടതിയോട് ഹൈറിച്ചിൻ്റെ കേസ് ഉടനെ തീർപ്പാക്കി കൊടുക്കണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ അതിന് അധികാരപ്പെട്ട കോടതിയിൽ നിന്നും തന്നെ ഹൈറിച്ച് നടത്തുന്ന ബിസിനസ് ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ബിസിനസ് അല്ല, അത് നിയമപരമായി നടത്തുന്ന ബിസിനസ്സാണെന്ന ഒരു സാക്ഷ്യപത്രം അഥവാ വിധി ലഭിക്കുന്നതോടുകൂടി രണ്ടാമത്തെ ആരോപണത്തിൻ്റെ മുനയും ഒടിയുന്നതാണ്. വിധി 1-2 ദിവസത്തിനകം നമുക്ക് ലഭിക്കുമെന്നുറപ്പാണ്. ഇനി മറ്റൊരു കാര്യം, സാധാരണയായി ഒരു കമ്പനിയിൽ സാമ്പത്തിക പ്രശ്നമുണ്ടായാൽ എല്ലാ ഇടപാടുകാരും കമ്പനിയിൽ കയറുകയും അവിടുത്തെ കെട്ടിടങ്ങളും ഫർണിച്ചർ എന്നിവ തല്ലിപ്പൊളിക്കുകയും വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ കടത്തിക്കൊണ്ടുപോവുകയും തങ്ങളുടെ പണം തിരികെ ലഭിക്കാനായി പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും കയറി ഇറങ്ങിക്കൊണ്ട് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ആളുകളിൽ ചിലരെ വശീകരിക്കാൻ പല വാഗ്ദാനങ്ങളും പ്രലോഭനങ്ങളും ഭയപ്പാടുകളും നൽകി നോക്കിയെങ്കിലും ഒരാളെപ്പോലും
ശത്രുപക്ഷത്താക്കാൻ അവർക്ക് കിട്ടുകയുണ്ടായില്ല. പ്രിയമുള്ളവരെ, ഇതുവരെ നമുക്കെതിരെ ഉന്നയിച്ച 2 ആരോപണങ്ങളിലും നമ്മൾ ഒന്നുകൊണ്ടും വ്യാകുലപ്പെടേണ്ടതായി ഒന്നുമില്ല. നമ്മുടെ ശത്രുക്കൾ ഇത്രയും ഊതിവീർപ്പിച്ച് വലുതാക്കിയ ഒന്ന് പരിഹരിക്കപ്പെടുകയും മറ്റൊന്ന് ഉടൻ പരിഹരിക്കപ്പെടാനും പോകുന്നു. ഇത്ര വലിയ പ്രശ്നങ്ങൾ നമുക്ക് ഇത്ര വേഗം പരിഹരിക്കാൻ കഴിഞ്ഞല്ലോ എന്ന വേവലാതിയും വെപ്രാളവും വിഭ്രാന്തിയും മൂലം വിളറിപൂണ്ട നമ്മുടെ ശത്രുക്കൾ ഉണ്ടാക്കുന്ന കോലാഹലം മാത്രമാണ് ഇതെല്ലാം എന്നതാണ് സത്യം. ഇതിനു നേരെ നമ്മൾ കണ്ണെടുക്കുകയും ചെവി കൊടുക്കാതിരിക്കുകയും ചെയ്യുക. ഇതെല്ലാം അല്പദിവസത്തിനകം കലങ്ങിത്തെളിയുക തന്നെ ചെയ്യും. തുടർന്നുള്ള ദിനങ്ങൾ നമ്മളുടേതു മാത്രമായിരിക്കും. നമ്മളുടെ എല്ലാം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കാൻ പ്രപഞ്ചനാഥൻ നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ താങ്ക് യു. ബൈ.